അഅ്മാലു ബിന്നിയാത്ത്. ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ ആദ്യം കൊണ്ടുവരുന്ന ഹദീസാണ്. ആ ഹദീസിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ എന്താണ് ആ ഹദീസിന്റെ സാഹചര്യം എന്താണ്? ഏറ്റവും പവിത്രമായിട്ടുള്ള ഇബാദത്താണ് സ്വന്തം നാടും അതേപോലെ തന്നെ സ്വന്തം സമ്പാദ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഹിജ്റ പോകാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിർബന്ധിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പോകേണ്ടി വരും. കാരണം തങ്ങളുടെ നിലനിൽപ്പ് സാധ്യമല്ലെങ്കിൽ, ഇസ്ലാമിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പോകാൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി തീരും. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും മഹത്തായ ഒരു ഇബാദത്തായി പഠിപ്പിച്ച സന്ദർഭത്തിലും ഒരു വ്യക്തി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആ കുടുംബക്കാരോട് പോയി ചോദിച്ച്, ആ പെണ്ണിൻ്റെ കുടുംബക്കാരോട് ചോദിച്ച്, എനിക്ക് നിങ്ങളെ മകളെ കല്യാണം കഴിച്ചു തരണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോകണം, മക്കയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നീ മദീനയിലേക്ക് വരാനുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാം, അങ്ങനെയാണ് ഇനി തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി, ഈ സ്വഹാബി മദീനയിലേക്ക് ഹിജ്റ പോകാൻ തയ്യാറാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ നിയ്യത്ത് എന്തായിരുന്നു? ആ മദീനയിൽ പോയിട്ട് ആ സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ പല ആളുകൾ തെറ്റിച്ച് പറയുന്നൊരർത്ഥമുണ്ട്. എന്തെന്ന് വെച്ചാൽ നിയ്യത്തിനനുസരിച്ചാകുന്നു പ്രതിഫലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പറയും. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം. നിയ്യത്തിനനുസരിച്ച് മാത്രമാണ് പ്രതിഫലം എന്നാണ്. അറബി ഭാഷയിൽ ഇന്നമക്ക് പറയല് ഹസ്ർ എന്നാണ്. അറബി ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇന്നമ ഹസിരിയത്തിൻ്റെ ഇന്നമ എന്നാണ് പറയും. അഥവാ നിയ്യത്ത് എന്താണോ ഒരു വ്യക്തി നിയ്യത്ത് വെക്കുന്നത് അതനുസരിച്ച് മാത്രമേ അയാൾക്ക് പുണ്യം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ സമയവും അയാളുടെ പ്രവർത്തനമൊക്കെ വെറുതെയാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, പരലോകത്തിൽ ചില ആളുകൾ വരും, എന്താ പറഞ്ഞത്, വലിയ അമലിൻ്റെ കൂമ്പാരവുമായി കൊണ്ട് വരും, പക്ഷെ ഒന്നും സ്വീകരിക്കൂല. കാരണം എന്താണ്? നിയ്യത്ത് കറക്റ്റല്ല. അപ്പോൾ ഞാൻ ആമുഖമായിക്കൊണ്ട് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവർത്തനമാണെങ്കിൽ പോലും അതിൽ ഒന്നാമത് നിയ്യത്ത് വെക്കണം എന്നുള്ളതാണ്. നിയ്യത്ത് നമ്മൾ എന്താണോ കരുതിയത് അതിനനുസരിച്ച് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുള്ളൂ. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു പണ്ഡിത വചനം കൂടി പറഞ്ഞിട്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. കാരണം നിയ്യത്ത് അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതായത് ഒരൊറ്റ വാചകം, വളരെ ചിന്തിക്കണം ആ ഒരു വാചകത്തെക്കുറിച്ച്. എന്തെന്ന് വെച്ചാൽ, അഹ്ലുൽ യഖ്ലതി ആദാതു, അറബി ഭാഷ ഞാൻ പറയുന്നില്ല, മലയാളത്തിൽ പറയാം. അതായത് ബുദ്ധിയുള്ള ആളുകളുടെ പ്രവർത്തനം എല്ലാതും ഇബാദത്താണ്. എന്താണ് പറഞ്ഞത്? ബുദ്ധിയുള്ള ആളുകളുടെ എല്ലാ സാധാരണ പ്രവർത്തനവും ഇബാദത്താണ്. എന്നാൽ അശ്രദ്ധയോടുകൂടി നടക്കുന്ന ആളുകളുടെ ഇബാദത്ത് പോലും വെറുതെയാണ് എന്നൊരു വാചകം. ആ ഒരു വാചകം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അഥവാ കുറച്ച് ബുദ്ധിയും തൻ്റെയുമുള്ള മുസ്ലിമായ ഒരു വ്യക്തി അവൻ ചെയ്യുന്ന എല്ലാ കാര്യവും അവന് ഇബാദത്താക്കാനാണ് ശ്രമിക്കുക. ഈവൻ അവൻ ഫുട്ബോൾ കളിക്കുമ്പോൾ പോലും അവൻ്റെ നിയ്യത്ത് എന്താണ്? ഞാൻ വെറുതെ കളിക്കല്ലേ ഫുട്ബോൾ. ഈ ഫുട്ബോൾ കളിക്കുന്നതിലൂടെ എൻ്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യണം. അപ്പോൾ അവൻ്റെ സാധാരണ പ്രവർത്തനമായ ഒരു ഫുട്ബോൾ കളി വരെ എന്തായി തീരാൻ? അവിടെ ഇബാദത്തായി തീരാൻ. പഠിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെല്ലാവരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിനുള്ളിലെ നിയ്യത്ത് എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം, ജനങ്ങളുടെ പ്രയാസം അകറ്റി കൊടുക്കണം. ഇതാണ് അവൻ്റെ മനസ്സിലുള്ള നിയ്യത്തെങ്കിൽ അവൻ്റെ പഠന കാലയളവ് കംപ്ലീറ്റ് ഇബാദത്താണ്. പക്ഷെ അശ്രദ്ധയിൽ നടക്കുന്ന ആളുകളാണെങ്കിലോ അവർ ചെയ്യുന്ന ഇബാദത്ത് പോലും എന്താണ്? നിയ്യത്ത് കരുതുന്നില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനമറിയിക്കുന്ന ഒരു പോയിന്റാണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നാമതായിക്കൊണ്ട് തന്നെ മനസ്സിൽ കരുതാം. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ഹദീസിലേക്ക് കിടക്കാം. ഇമാം നബവി റഹിമഹുല്ലാഹ് തൻ്റെ 16ാമത്തെ ഹദീസായി കൊണ്ടുവരുന്നൊരു ഹദീസാണ്. എന്താണ് ഹദീസ് പ്രകാരമാണ്? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വെച്ചാൽ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിനെ തള്ളാൻ വേണ്ടി പല ആളുകളും ചീത്ത വിളിക്കുന്ന വ്യക്തിയാണ് കൂടിയാണ് അബൂ ഹുറൈറ എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക.
അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ്, പ്രവാചകന്റെ കൂടെ ജീവിതം കൂടുതൽ കാലം കഴിച്ചു കൂട്ടിയ ഒരു വ്യക്തിയാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യണം, അന്ന റജുലൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി പ്രവാചകനോട് പറഞ്ഞു, ഔസിനി, പ്രവാചകരെ താങ്കൾ എനിക്കൊന്ന് വസിയത്ത് ചെയ്തരണം, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഉപദേശിക്കണം പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ നൽകുന്ന ഉപദേശം എന്തെന്ന് വെച്ചാൽ ലാ തഗ്ദബ്, ഉപദേശം, പ്രധാനപ്പെട്ട ഒരു ഉപദേശം, ലാ തഗ്ദബ്, നീ ഒരു കാരണവശാലും കോപിക്കരുത്, അനാവശ്യമായി കൊണ്ട് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഫറദ്ദദ മിറാറൻ, ആ വ്യക്തി വീണ്ടും ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപദേശിക്കണം. വീണ്ടും പ്രവാചകൻ നൽകിയ മറുപടി എന്താണ്, ലാ തഗ്ദബ്, നീ എന്താക്കരുത്, കോപിക്കരുത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് നൽകുന്ന മറുപടിയാണ്. അപ്പൊ കോപം എന്നുള്ളത് ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ലേ, അഥവാ അത് പ്രകടിപ്പിക്കാൻ പാടില്ല. എന്താണ് ഇവിടുത്തെ ചർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോപം എന്നുള്ളത് ഒരു മനുഷ്യന്റെ പ്രകൃതിയാൽ വരുന്ന കാര്യമാണ്. ഒരു വ്യക്തി അനീതി ഉണ്ടാകുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ പരിഹസിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, എല്ലാവരും കൂടി ആ വ്യക്തിയെ കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ, ആ വ്യക്തി ഏറ്റവും മൂല്യത്തോടെ കൊണ്ടു നടക്കുന്ന അയാളുടെ അഭിമാനം പിച്ച് ചീന്തപ്പെടുമ്പോൾ സ്വാഭാവികമായി ശാരീരികവും മാനസികമായി കൊണ്ട് ആ വ്യക്തി എന്താണ്, ദേഷ്യം വരണം. പക്ഷേ ഇവിടെ എന്താണ്, ദേഷ്യം വരരുത് എന്നാണ് പറഞ്ഞത്. ദേഷ്യം വരും, പക്ഷെ അതെന്താക്കരുത്, പ്രകടിപ്പിക്കരുത് എന്നാണ്. അതിനെന്താക്കണം, പിടിച്ചു വെക്കണം എന്ന തത്വമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം വരുന്ന ഘട്ടത്തിൽ അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഹദീസിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഈ ഹദീസിനെ നമ്മൾ പറയുന്നത് ജവാമിഉൽ കലിം എന്നാണ് പറയാം. എന്താണ് പറയാ, ജവാമിഉൽ കലിം. ആ പദം നിങ്ങൾ അറിയേണ്ട ഒരു പദമായതുകൊണ്ടാണ് പറയുന്നത്. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാചകമായിരിക്കും, വളരെ ചെറിയ വാചകമായിരിക്കും, പക്ഷെ വലിയൊരു അർത്ഥം കിട്ടുന്ന വാചകങ്ങൾക്കാണ് ജവാമിഉൽ കലിം എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അഥവാ അതിൻ്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വളരെ ചെറിയൊരു വരിയാണല്ലോ, പക്ഷെ എന്താണ്, വലിയ അർത്ഥം കിട്ടുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നത് തന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമായിട്ട് എന്താ ഖുർആൻ പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ വ്യക്തിയുടെ ഇബാദത്ത് സ്വീകരിക്കുന്ന മാനദണ്ഡം എന്താണ്, നിയ്യത്താണെന്നാണ്. അപ്പോൾ വളരെ ചെറിയൊരു ഷോർട്ട് വാചകമായിക്കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പക്ഷെ അവൻ്റെ ജീവിതം കംപ്ലീറ്റ് ഉൾക്കൊള്ളുന്ന അർത്ഥം എന്തുണ്ട്, അതിലുണ്ട്. അതേപോലത്തെ ഒരു വാചകമാണ് ഈ പറയുന്ന ഒരു ഹദീസ്, ലാ തഗ്ദബ്, നീ കോപിക്കരുത് എന്ന് പറയുന്ന വാചകം. വളരെ മൈന്യൂട്ട് വാചകം, ചെറിയ വാചകമാണ്, പക്ഷെ വലിയൊരു അർത്ഥം അതിലുണ്ട് എന്ന് പറയും. അതാണ് ഇതിന് ജവാമിഉൽ കലിം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ജവാമിഉൽ കലിം എന്ന് പറയാൻ കാരണം, അതിന് മാത്രം എന്ത് വലിയ അർത്ഥമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾ നോക്കുമ്പോൾ മഹാനായിട്ടുള്ള പണ്ഡിതൻ പറയാണ്, ജുർദാനി റഹിമഹുല്ലാഹ് പറയാണ്, അതായത് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും ഈ ഒരൊറ്റ ഹദീസിൽ മാത്രം ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് ദുനിയാവിലെയും ആഖിറത്തിലെ നന്മകൾ എങ്ങനെ ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റും? ദുനിയാവിലെയും നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ദുനിയാവിലെയും നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആഖിറത്തിലും കിട്ടുന്ന 2 ഗുണങ്ങൾ ഈ ഒരു ഹദീസിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യപ്പെടുന്ന സമയത്ത് അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളത്, അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കോമൺ ലോജിക്കാണ്, നമ്മൾ മനസ്സിലാക്കണം. അതായത് ഉദാഹരണത്തിന് ഈ ദേഷ്യം വരുന്ന സമയത്ത് ഇതൊരു തരം നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഒരു ഉദ്ദീപനാണ്, പ്രകടിപ്പിക്കാനുള്ള, അതിനെതിരെ പോരാടാനുള്ള ഒരു തരം ഒരു ആവേശമാണ്. അപ്പോൾ ഇത് പ്രകടിപ്പിക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ്, ആ വ്യക്തിക്ക് അവിടെ നഷ്ടം വരാം. ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കണ്ട ഒരു വ്യക്തിയുടെ അടുത്ത് കത്തിയെടുത്ത് കുത്താൻ, അതോടുകൂടി ആ വ്യക്തി മരണപ്പെടാം, അല്ലെങ്കിൽ ആ വ്യക്തി ആക്രമിക്കപ്പെടാം. അപ്പോൾ ദുനിയാവിലുള്ള വലിയൊരു നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ദുനിയാവിൽ ആ വ്യക്തിയെ അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ എന്താ സംഭവിക്കുന്നത്, നാളെ പരലോകത്ത് ആ വ്യക്തിയുടെ സ്വർഗം നഷ്ടപ്പെടാൻ. അതുകൊണ്ടാണ് പ്രവാചകൻ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന എല്ലാ നന്മകളെയും ഉൾക്കൊള്ളുന്ന ഹദീസാണ്. ക്ഷമിക്കുക അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പണ്ഡിതൻ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ,
നമ്മൾ ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ ദുനിയാവിൽ ആ വ്യക്തിയോടുള്ള ആ വ്യക്തിയോടുള്ള അനുകമ്പ നഷ്ടപ്പെടണം. ഒരു മനുഷ്യൻ മൃഗീയമായി മൃഗത്തിന് തുല്യമാവെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ ലോകത്ത് നടക്കുന്ന പല വംശീയതയും അതേപോലെ തന്നെ ലോകത്ത് നടക്കുന്ന പല പീഡനങ്ങളും പല അക്രമങ്ങളും ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി അവൻ്റെ മനസ്സിൽ നിന്ന് പോവാണ്. എന്തുകൊണ്ടാണ്? ആ ദേഷ്യത്തിന് ആ ലോജിക്ക് ആ ബുദ്ധി അവനവിടെ വർക്ക് ചെയ്യിപ്പിക്കണില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ദേഷ്യം പിടിക്കുന്നതോടുകൂടി തന്നെ അവനെന്താണ് വൈകാരികം ഇമോഷണൽ ബ്രെയിനാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത്. അവനെന്താകണില്ല ലോജിക്കലായിക്കൊണ്ട് അവൻ ചിന്തിക്കണില്ല എന്നതാണ്. ആ അക്കിലിനെ ചിന്തയെ അവൻ താഴ്ത്താണ്. അപ്പം ഇത് മുഖേന വലിയൊരു നഷ്ടമാണ് ആ വ്യക്തിക്ക് അവിടെ സംഭവിക്കുന്നത്. മാത്രമല്ല അത് കാരണത്താൽ അവൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാവുകയും ചെയ്യാം. അപ്പം അത്രയും പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് നമുക്ക് വൈകാരികമായി ദേഷ്യപ്പെടുന്ന ഘട്ടത്തിൽ ദേഷ്യം വരുന്ന ഘട്ടത്തിൽ അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് അത്രയും പ്രാധാന്യമുണ്ടെന്ന് ഈ ഒരു ഹദീസ് നമ്മളോട് പറയുന്നുണ്ട്. വേറൊരു പണ്ഡിതൻ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നതാണ്, ഞാൻ ആദ്യം വരെ പറഞ്ഞത് എന്താണ്, ജവാമിഉൽ കലിമാണെന്ന് പറഞ്ഞു, വലിയ അർത്ഥം ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞു. ഒരു വ്യക്തി മറ്റൊരു പണ്ഡിതൻ പറയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 1/4 ഈ ഹദീസ് ഉൾക്കൊള്ളുന്നതാണ്. ഇമാം മനാവി റഹിമഹുല്ലാഹ് ആ ഒരു സംഗതി പറയുന്നത്. അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ 1/4 ഈ ഹദീസ് ഉൾക്കൊള്ളുന്നതെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ചെയ്യുന്ന ഏതേത് പ്രവർത്തനം ഒന്നല്ലെങ്കിൽ അതെന്തായിരിക്കും നല്ല പ്രവർത്തനമായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും മോശമായിട്ടുള്ള തിന്മയായിട്ടുള്ള പ്രവർത്തനമായിരിക്കും. ഈ തിന്മയായ പ്രവർത്തനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മ 2 കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മ 2 കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഒന്നാമത്തത് അവൻ്റെ ഇച്ഛയാണ്, അറബിയിൽ അതിന് ശഹ്വത്ത് എന്ന് പറയും. രണ്ടാമത്തത് ഹോവൻ, ദേഷ്യം. ഈ 2 കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പാപവും വരുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. എങ്ങനെയാണ് ഇച്ഛ കൊണ്ട്, ആഗ്രഹങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നത്? ഒരു വ്യക്തി വ്യഭിചരിക്കുന്നുണ്ട്, കള്ള് കുടിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വൃത്തികേടുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഇച്ഛകളാണ്, അല്ലേ? ആ ഇച്ഛകളാണ് അവനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ശഹ്വത്താണ്, അവൻ്റെ ആഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ അവൻ്റെ ദേഷ്യമാണ്. ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവന് വ്യക്തമായ തിന്മ അവിടെ ചെയ്യാൻ. ഉദാഹരണത്തിന് അവൻ്റെ കോപത്തെ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ മുൻപിലുള്ള വ്യക്തി എന്താണ്? അവൻ കൊല്ലപ്പെടാം. അവൻ്റെ ദേഷ്യത്തെ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ മുൻപിലുള്ള വ്യക്തി എന്താണ്? ആക്രമിക്കപ്പെടാം, മർദ്ദിക്കപ്പെടാം. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം തിന്മ സംഭവിക്കുന്നത് 2 മാനദണ്ഡങ്ങളിലൂടെയാണ്. ഒന്ന് അവൻ്റെ ഇച്ഛകളും, രണ്ടാമത് അവനിൽ നിന്ന് വരുന്ന ദേഷ്യവും കാരണം. ഇനി ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് നന്മ ചെയ്യാൻ സാധിക്കുക. എങ്ങനെയാണ്? നിഷിദ്ധമായിട്ടുള്ള അവൻ്റെ ഇച്ഛകളെ പിടിച്ചു വെക്കുന്നതിലൂടെ. ഒരുപാട് തിന്മ ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ്? ആ ഇച്ഛയെ എന്താണ്? പിടിച്ചു വെക്കാൻ. അതൊരു തരം എന്താണ്? ജിഹാദാണ്, നന്മയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ജിഹാദ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വാചകമാണല്ലോ. ജിഹാദ് എന്ന് പറയുമ്പോൾ വെറും വാട് കൊണ്ടെടുത്ത് പോരാടുന്നത് മാത്രമല്ല ജിഹാദ് എന്ന് പറയുന്നത്. ഹബ്സുൻ നഫ്സ്, മനസ്സിനെ പിടിച്ചു വെക്കലാണ്. ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, പ്രത്യേകിച്ച് കാലികമായിക്കൊണ്ടൊക്കെ നമുക്കറിയാം. ഒരുപാട് തോന്നിവാസങ്ങൾക്കൊക്കെ അവസരം ഇങ്ങനെ മുമ്പിൽ വരുമ്പോൾ അതിങ്ങനെ പിടിച്ചു വെക്കാം. അതെന്താണ്? ആ ശഹ്വത്തിനെ പിടിച്ചു വെക്കൽ എന്താണ്? നന്മയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാചകം മറക്കരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 1/4 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തിന്മ വരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് അവൻ്റെ ഇച്ഛയും, രണ്ടാമത് അവൻ്റെ ജീവിതത്തിൽ വരുന്ന ദേഷ്യവും. നന്മ വരുന്നത് എന്താണ്? എങ്ങനെയാണ് നന്മ ചെയ്യുന്നത്? ആ ഇച്ഛയെ പിടിച്ചു വെക്കുന്നതിലൂടെയാണ് ആ വ്യക്തി നന്മ ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ്? അവൻ്റെ ദേഷ്യത്തെ പിടിച്ചു വെക്കുകയും ചെയ്യുക. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി നന്മ ചെയ്യുന്നതാണ്. കാരണം ഒരു നന്മ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സുണ്ടാക്കുന്നുണ്ടാവും, ഒരുപാട് നോ പറയുന്നുണ്ടാവും. സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ വരുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെയൊക്കെ മനസ്സിൽ സാധാരണയായിട്ട് വരുന്നൊരു കാര്യമാണ്, പോയിട്ട് കാര്യമില്ല, വെറുതെ ടൈം വേസ്റ്റ്. നമുക്കൊരുപാട് നല്ല വേറെ എന്തൊക്കെ ചെയ്യാണ്ട് അതിനൊക്കെ ടൈം വേസ്റ്റ് ആക്കുന്ന പരിപാടിയാണിത്. ഇങ്ങനെ മനസ്സുണ്ടാക്കുന്ന ഇച്ഛകൾ 2 തരത്തിലാണ് നമ്മുടെ മനസ്സിന് നന്മയില്ലെന്ന ഒരു മനുഷ്യൻ പുറകോട്ട് വലിക്കുക. 2 കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഒന്നാമത് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സദാസമയം ഉണ്ടാകുന്ന ശൈത്താൻ.
എപ്പോഴും ആ വ്യക്തിയെ നന്മയിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്താൻ ശൈത്താൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത് അവൻ്റെ ദേഹേച്ഛയാണ്, ഇച്ഛയാണ്. ഇനി ശൈത്താൻ്റെ വാക്കുകൾക്കൊക്കെ നമ്മൾ എല്ലാ നിലക്കും ഒരു നിലക്കും ജീവിതത്തിൽ വരുത്താൻ പറ്റാത്ത രീതിയിൽ ശൈത്താനെ പിടിച്ചു വെക്കാണ്ടെങ്കിലും നമ്മുടെ ഇച്ഛകൾ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുള്ളതാണ്. അത് ഉറപ്പാണ്. ഇനി അതായത് പ്രവാചകൻ സല്ലല്ലാഹു പറയുന്നത് ഒരു വ്യക്തി എന്താണ് തിന്മയിലേക്ക് പോകുന്നത് അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. വ്യഭിചാരത്തിലേക്ക് പോകുന്നത് എന്താണ് വ്യഭിചരിക്കാനുള്ള സാഹചര്യം. ഇനി അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അവൻ പൂട്ടിവെച്ചു. പക്ഷെ അവൻ്റെ ഇച്ഛ അവൻ എന്താക്കുന്നുണ്ട്, അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ ഒരു വ്യക്തിയെ തിന്മ ചെയ്യാൻ വേണ്ടി ആ വ്യക്തി പ്രേരിപ്പിക്കപ്പെടാം. അപ്പം ഈ രണ്ട് കവാടങ്ങൾ, ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് കവാടങ്ങൾ നമ്മൾ എന്താക്കണം, അടച്ചു വെക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തി നന്മയിൽ മുന്നേറുകയും തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുള്ളൂ. ഏതാണ് ആ രണ്ട് കവാടങ്ങൾ? ഒന്ന് അവൻ്റെ ജീവിതത്തിൽ വരുന്ന ശഹ്വത്തും അഥവാ ദേഹേച്ഛവും, അതേപോലെ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ദേഷ്യവും. ഈ രണ്ട് കാര്യങ്ങളെ പിടിച്ചു വെക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കണം, ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേഷ്യം രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ദേഷ്യത്തെ എത്ര തരത്തിലായി തിരിക്കാം? രണ്ട് തരത്തിൽ. ഒന്ന് നമുക്ക് പറയാം പ്രോത്സാഹനീയമായിട്ടുള്ള ദേഷ്യം. ദേഷ്യപ്പെടേണ്ട എന്നല്ല, ദേഷ്യം പിടിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പിടിക്കേണ്ട ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്ഥലങ്ങളിലും അതിശക്തമായിക്കൊണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഭാഗങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. രണ്ടാമത്തേത് എന്താണ്? ഒന്ന് അനുവദനീയമായ ദേഷ്യം അഥവാ പ്രോത്സാഹനീയമായിട്ടുള്ള ദേഷ്യപ്പെടേണ്ട ഭാഗം. രണ്ടാമത് ദേഷ്യപ്പെടൽ നിഷിദ്ധമായിട്ടുള്ള മേഖലകൾ, അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണ് അനുവദിക്കപ്പെട്ട മേഖലകൾ? ഒന്നാമത്തെ മേഖല എന്ന് വെച്ചാൽ ഒരു തിന്മ കാണുന്ന സമയത്ത് നമുക്കവിടെ പ്രതികരിക്കാൻ ആക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ തീരും. കാരണം അവിടെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുമെങ്കിൽ നമ്മൾ എന്താക്കണം, ദേഷ്യം പിടിക്കേണ്ട ചെയ്യും. ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്രത്യേക ദേഷ്യം പിടിക്കാൻ എന്തുണ്ടാവും, നമുക്ക് ആധിപത്യമുള്ള ചില സ്ഥലങ്ങളുണ്ടാവും. അവിടെ നമ്മുടെ മനസ്സിനുള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ തിന്മ കാണുമ്പോൾ നമ്മളോട് പ്രതികരിക്കേണ്ട വേണം. ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണം, അതേപോലെ നമ്മൾ പറഞ്ഞാൽ നിൽക്കുമെന്ന് തോന്നുന്ന ചില സ്ഥലങ്ങളിലെ തിന്മകൾ, അവിടെ നമ്മൾ ദേഷ്യം പിടിച്ചാൽ നിൽക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യം പിടിച്ച് മാതൃക കാണിച്ചെടുക്കണം. അത് പ്രവാചകന്റെ സുന്നത്താണ്. അതെന്താണ്? അത് അനുവദിക്കപ്പെട്ട ദേഷ്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി. നിങ്ങളൊരു തിന്മ കാണാനെങ്കിൽ സാധിക്കുമെങ്കിൽ എന്താണ്, കൈകൊണ്ട് അതിനെ തടുത്ത് നിർത്തണം. ചെയ്യരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തണം. ഫഇല്ലം തസ്തതി ഫബിലിസാൻ. അതിനും കയ്യിലെങ്കിൽ എന്താക്കണം, നാവ് കൊണ്ട് അതിനെതിരെ പൊരുതണം. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിനെതിരെ ശക്തമായി കൊണ്ട് തിന്മക്കെതിരെ നിലകൊള്ളണമെന്നതാണ്. ഫഇല്ലം തസ്തതി ഫബിഖൽബി. അതിനും സാധ്യമെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവൻ്റെ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കണം എന്നുള്ളതാണ്. ഒരു തിന്മ ഉണ്ടാകുന്ന സമയത്ത് ഈ മൂന്നാൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അടിവരയിട്ട് പറയുന്നു, നമ്മൾ വ്യക്തമായ മുനാഫിക്കാണ്. കാരണം ഒരു തിന്മ കാണുന്ന സമയത്ത് മനസ്സുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്കതിന് പ്രതികരിക്കാൻ കഴിയില്ല. ഇന്ന് ഭൂരിപക്ഷം തിന്മകൾ നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും കാണുന്ന തിന്മക്കെതിരെ നമുക്ക് ശബ്ദിക്കാൻ കഴിയില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മനസ്സുകൊണ്ട് അതിനെ വെറുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടെങ്കിൽ നമ്മളും സമാനമായിട്ടുള്ള കുറ്റക്കാരാണ് എന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലുണ്ടാവണം. കാരണം ഒരു നിലക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറ്റില്ല, തിന്മക്ക് അനുകൂലമായി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു നിലക്കും അതിനെ ഒരു ചിരിച്ചുകൊണ്ട് പോലും പ്രോത്സാഹനം നൽകാൻ പാടില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ചില റീൽസ് ഉണ്ടല്ലോ, ആ പല റീൽസുകളിൽ കാണുന്ന പല തോന്നിവാസങ്ങളുണ്ടാവും. തോന്നിവാസം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ അതിന് എന്താ പറയണില്ല, നമ്മളത് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. അല്ലെങ്കിൽ പല ഇൻസ്റ്റാഗ്രാം റീൽസുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ അന്യ പെണ്ണും അന്യ പുരുഷൻ ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നു, കിസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഷോൾഡറിൽ കൈയിടുന്നുണ്ട്, എടുത്തെടുത്തിരുന്ന് കഥ പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ ഹൈലൈറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയ ഇങ്ങനെ കാണിച്ചു തരും. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുന്നതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിലെ കോമഡികളെ വലിയ സംഭവമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിന് ഇങ്ങനെ ഒരു ആനന്ദം കിട്ടുന്ന മാതിരി നമ്മളതിങ്ങനെ കണ്ടു തീർക്കണം. പല സംഭവങ്ങളുണ്ട്. നമ്മളതിന് സമാനമായിട്ടുള്ള കുറ്റമാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ആ വിഷയത്തെ നോർമലൈസ് ചെയ്യണം. അതാണ് അവിടുത്തെ കുറ്റം. നമ്മൾ ആ വിഷയത്തെ എന്താണ് നിസ്സാരമായി കാണാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പം തിന്മയ്ക്ക് ഒരിക്കലും എന്താ വരുന്നത്, നമ്മൾ അനുകൂലമായി നിൽക്കരുത് എന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ അവിടെ ദേഷ്യപ്പെടണം. അത് അനുവദനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, നബിൻ്റെ ചരിത്രത്തിൽ ചില ഉദാഹരണങ്ങൾ പറയാം. നബിക്ക് കോപം വന്ന സന്ദർഭത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞെന്താണ്, ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടരുത്. അത് പറഞ്ഞ റസൂൽ തന്നെ എന്താക്കിയിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അത് അനുവദിക്കപ്പെട്ട മേഖലയാണ്. ഏത് മേഖല? ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു, എന്താക്കി ഒരു വ്യക്തിയെ കൊന്നു. അങ്ങനെ യുദ്ധം കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകനെ ഞാൻ ഇന്ന വ്യക്തിയൊക്കെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രവാചകന്റെ അടുക്കൽ വന്ന് വലിയ കാര്യം പോലെ അദ്ദേഹം പറയണം. അപ്പോൾ പറയുമ്പോൾ പറഞ്ഞു, പ്രവാചകരെ ഞാൻ കൊല്ലാൻ സമയത്ത് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വാൾ തലപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എനിക്ക് മനസ്സിലായി. പ്രവാചകൻ്റെ മുഖം കണ്ട് ചുവന്നു. പ്രവാചകൻ ഒറ്റ ചോദ്യം, അഫലാ ശഖഖ്ത ഖൽബ, നീ അവൻ്റെ ഹൃദയം തുറന്നു നോക്കിയ ഇങ്ങനെ പറയാൻ? എനിക്കറിയാം അവൻ്റെ ഹൃദയത്തിൽ എന്തുള്ളതെന്ന്. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി കൊണ്ട് ദേഷ്യം പിടിച്ചതാണ്. സമർദ്ദനാണ് പറയുന്നത്, ആ നിമിഷം വരെ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ എന്ന് പോലും ഞാൻ കരുതിപ്പോയി. കാരണം അത്രയും അതിശക്തമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ ശബ്ദിച്ചു എന്നുള്ളതാണ്, സ്വന്തം അനുയായികളോട് പോലും. അപ്പോൾ അവിടെ എന്താണ് അനുവദനീയമാണ്. ഒരു തെറ്റ് കാണുമ്പോൾ, ഒരു ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കാണും. കാരണം ഒരു പവിത്രമായ ഒരു ദേഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു ശരീരത്തെ ഉസാമ റളിയല്ലാഹു അൻഹു കൊന്നു കളയാണ് ചെയ്തത്. അപ്പോൾ എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. അതിശക്തമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ അവിടെ പറ്റുമെങ്കിൽ, നമ്മൾ പറഞ്ഞാൽ നിൽക്കും, സംഗതി നിൽക്കുമെങ്കിൽ നമ്മളവിടെ പറയുന്നത് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞാൽ നിൽക്കുന്ന കോലത്തിലായിരിക്കും നമ്മുടെ പ്രവർത്തനം കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യും, ചില തിന്മകൾ കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് പോകും, നമ്മളതിന് വലിയ സംഭവമാണ്. പക്ഷേ എൻ്റെ ബാച്ചിലൊരു കുട്ടി ഉണ്ടായിരുന്നു, സെക്കൻഡായിരുന്നു. ഓൻ എല്ലാവർക്കും റെസ്പെക്റ്റാണ്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ഏജാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് നടത്തുന്ന സ്ഥാനമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ചിലർക്ക് അല്ലാഹ് കൊടുക്കുന്നതാണ്. ഇവൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്ത് തെറ്റുണ്ടെങ്കിലും അവനവിടെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവനെ അനുസരിക്കുന്നൊരു ക്വാളിറ്റി. ആലോചിക്കണം എന്ന് വെച്ചാൽ സെയിം ഏജാണ്, അതേപോലെ തന്നെ ഒരേ ക്ലാസ്സാണ്. പലപ്പോഴും നമുക്ക് ആ ഒരു ആക്സസ് നമുക്ക് കിട്ടാറില്ല. പക്ഷെ അവൻ അതിനെതിരെ ശബ്ദിക്കാണ്ടെങ്കിൽ അവൻ അവിടെ അനുസരിക്കുന്നൊരവസ്ഥയിലേക്ക് കുട്ടികൾ മാറിയിട്ടുണ്ട്. അവൻ്റെ കയ്യൂക്കൊണ്ടല്ല, അവൻ്റെ ഒരു ഈമാനിക രോഷം അവൻ്റെ മുഖത്തിലൂടെ പ്രകടമായി കഴിഞ്ഞാൽ അത്ര കച്ചറ കളിക്കുന്ന കുട്ടികൾ പോലും എന്താണ് അവിടെ അനുസരിക്കപ്പെടുക. അത് ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു അനുസരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, എത്ര നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, എത്ര വലിയ കള്ളോടിയനും അതേപോലെ തന്നെ കഞ്ചാവലിയനായി നാട്ടിലെ ചില കാരണന്മാരെ കാണുമ്പോൾ തുണി താത്തിയിട്ട് കണ്ട് അവർ പറയുന്നവരനുസരിച്ച് ഒരു മൂലക്ക് പോകുന്ന ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ. അതിന് സമാനമായിട്ടുള്ള കാര്യം. അത് നമ്മുടെ പ്രവർത്തനം അതേപോലെ ആയിരിക്കണം. നമ്മുടെ സ്വഭാവം തെറ്റിഞ്ഞാൽ ദ്വിമുഖമുള്ളൊരവസ്ഥ ആവരുത്. ക്യാമ്പസിലുള്ള ഞാൻ തന്നെ ആയിരിക്കണം ഇവിടെ, പള്ളിയിൽ പോയാലും വീട്ടിലുള്ള ഈമാൻ തന്നെ ആയിരിക്കണം ഇവിടെ, നമ്മൾ ക്യാമ്പസിൽ പോയി കഴിഞ്ഞാലും. അല്ലാതെ കണ്ട സകല തോന്നിവാസ്യങ്ങൾക്ക് രാജിയാവുന്ന, അതിന് അനുകൂലമാവുന്ന ഒരു പ്രവണത ആവരുത് നമ്മൾ. അതാവാണ്ടെങ്കിൽ എന്താവും, നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഒരു കുട്ടി വില നൽകൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഒരു കുട്ടി വില നൽകൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈമാനികമായിട്ടൊരു അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ഈമാനികമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആൾക്കാർ കളിയാക്കും. പക്ഷെ നമ്മൾ പറഞ്ഞുകൊടുത്ത് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലല്ലോ അവരൊറ്റ കാര്യം, നമ്മളെ കണ്ടുകൊണ്ട് പല ആളുകളും മാറുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മൾ ദഅവത്ത് പറഞ്ഞുകൊണ്ട് മാറ്റുന്നതിനേക്കാൾ പവർഫുള്ളാണ് നമ്മുടെ ജീവിതം കണ്ടിട്ട് ഒരാൾ മാറാന്നുള്ളത്. അതാണ് ഏറ്റവും പവർഫുൾ എന്ന് മനസ്സിലാക്കണം. ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അല്ലെങ്കിൽ തനി തോന്നിവാസത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ ദഅവത്ത് നടത്തുന്നതിനേക്കാൾ ഏറ്റവും പവറാണ് ഏത്? നമ്മുടെ ജീവിതം കൺമുമ്പിൽ കണ്ടിട്ട് അവൻ എന്താ നമ്മളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. എന്തുകൊണ്ട് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഈ വ്യക്തി മാത്രം ഇങ്ങനെ നടക്കുന്നത് എന്ന് നമ്മളെക്കുറിച്ച് ഒരു വ്യക്തി ചിന്തിക്കണം. അതിനെന്തായിരിക്കണം, നമ്മുടെ ജീവിതം എന്തായിരിക്കണം, കാരണം കളഞ്ഞ ഈമാനുള്ള വ്യക്തിയായിരിക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും നമ്മൾ റബ്ബിനെ ഭയപ്പെടണം. അതുണ്ടെങ്കിൽ അത് സാധ്യമാകും. അപ്പം നമ്മൾ പറഞ്ഞു വെച്ച വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, തിന്മ കാണുന്ന സമയത്ത് നമ്മളതിനെ എന്താക്കണം, കോപിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ച മറ്റൊരു സന്ദർഭം എന്താണ്, കട്ട ഒരു സ്ത്രീ മോഷണം നടത്തി. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു തന്നെ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അതിന് ഇളവ് ചോദിച്ചു. ജുഹൈന ഗോത്രത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്, നല്ല തറവാടിത്തുള്ള പെണ്ണാണ്. അങ്ങനെ കട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് പ്രകാരം എന്താണ്, ആ പെണ്ണിനെ കൈകൊണ്ട് വെട്ടണം എന്നുള്ളതാണ്. ചില ആൾക്കാർ ഒരു ലോജിക്കായിട്ട് തോന്നില്ല, എന്താണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കർശനം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇസ്ലാമിൻ്റെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആ അടിത്തറ മാന്താന്നാണ് പറയാം. മനസ്സിലായില്ലേ? അടിത്തറ സാഹചര്യത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്ലാം ചെയ്യുന്നൊരു കാര്യം. അതുതന്നെയാണ് നമ്മുടെ
ബുദ്ധിപരം. കാരണം ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു വ്യക്തിയുടെ കൈ അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു വ്യക്തി അവിടെ എന്താക്കാൻ നിൽക്കില്ല, മോഷ്ടിക്കാൻ നിൽക്കില്ല. കാരണം ആ ഒരു മുറിക്കപ്പെട്ട കൈയായിട്ടാണ് ആ വ്യക്തി എന്താക്കണത് സൊസൈറ്റിയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ കൊലപാതകത്തിന് തിരിച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊലപാതകം തന്നെ അവിടെ നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട സ്ത്രീക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വേണ്ടി ഉസാമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കണ്ട് ചോദിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താണ്? എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഓളെ കൈ ഞാനിട്ട് വിട്ടു, അതിലെനിക്കൊരു മടിയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യഘട്ടത്തിലൊക്കെ എന്താക്കിയിട്ടുണ്ട്, ദേഷ്യം വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട സംഭവം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവാചകൻ നിൽക്കുന്ന സമയത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് കുറച്ച് പാനീയം കൊണ്ടുവന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കയറി വന്നപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി ഇത് ഹഫ്സൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഭാര്യമാർക്കിടയിൽ ഉണ്ടായിരുന്ന കുശുമ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതില്ല ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് എന്താണ് പ്രകൃതിപരമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. ആയിഷ ബീവിക്ക് കണ്ട ഒരു കുശുമ്പ് കണ്ടു വന്നു, ആ പാത്രം എടുത്ത് ഒറ്റ നിലത്തെറിഞ്ഞ് പൊട്ടിക്കൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൗനം അവലംബിച്ചു എന്നുള്ളതാണ്. ഇതേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആയിഷ ബീവി എന്ത് പറഞ്ഞു? കുറിയവൾ എന്നൊരു പ്രയോഗം പ്രയോഗിച്ചു. ആദ്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായ സന്ദർഭത്തിൽ ഒന്നും പറഞ്ഞില്ല, പ്രവാചകൻ ഒന്നും പ്രതികരിച്ചില്ല, മൗനം അവലംബിച്ചെന്നുള്ളതാണ്. അതും ഇതിൽ പറയുന്നുണ്ട്, ദേഷ്യം വരുന്ന സമയത്ത് മൗനം അവലംബിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അതേ സമയത്ത് ഇസ്ലാമിൻ്റെ പങ്ക് വരുത്തുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കോപിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ആയിഷ നീ ഇപ്പം പറഞ്ഞ വാക്കുണ്ടല്ലോ, ഇത് നീ കടലിലെങ്ങനെ മുക്കാനുണ്ടെങ്കിൽ ആ കടൽ കംപ്ലീറ്റ് മലീമസമായി പോകും ആയിഷ. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത്. ഈ ഒരു വാചകം പറയാൻ തന്നെ പാടില്ല. കാരണം അത് ഗീബത്താണ്. ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ആയിഷ നീ പറഞ്ഞത്, അത് നീ ചെയ്യരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ ഉപദേശിക്കാനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ എന്താണ് അനുവദനീയമാണ്. നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്താക്കണം, അവിടെ ദേഷ്യപ്പെടുക തന്നെ ചെയ്യണം. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മറ്റ് ദേഷ്യം പറയാം, അഥവാ അനുവദിക്കപ്പെടാത്ത ദേഷ്യം, അതിൻ്റെ അനന്തരഫലം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു ഖേദമാണ്. ആ ഖേദം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച ആൾക്കാർ ഇതിലുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ അനുഭവിച്ച ആളാണ്. അതായത് നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ, അത് പിന്നെ എന്താണ് ഏറ്റവും വലിയ ഖേദമെന്നാണ്. ലോകത്ത് ആദ്യത്തെ കൊലപാതകം നടക്കുന്ന ഏതാണ്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 മക്കൾ തമ്മിലുള്ള പ്രശ്നം, ഒരു വ്യക്തിയെ മറ്റ് സഹോദരനെ കൊല്ലുന്ന അവസ്ഥ. അപ്പം അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു. അഥവാ സ്വന്തം സഹോദരനെ കൊന്നു കളഞ്ഞപ്പോൾ ആ വ്യക്തിയെ, സ്വന്തം സഹോദരനെ കുഴിച്ചു മൂടിയപ്പോൾ കൊന്ന വ്യക്തി ഖേദിക്കാൻ എന്താണ്? യാ വൈലത അജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ് എന്ന് പറഞ്ഞ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറയാൻ ഫഅസ്ബഹ മിനൻ നാദിമീൻ. ആ കൊന്ന വ്യക്തി എന്തായി തീർന്നു? കൊലപാതകം ചെയ്തതിൻ്റെ പേരിൽ ആ വ്യക്തി വല്ലാത്ത ഖേദത്തിലായി തീർന്നതാണ്. അപ്പോൾ ഈ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖേദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ദേഷ്യപ്പെടുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കാം, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അതിൻ്റെ അനന്തരഫലം നോക്കാം, എന്നിട്ട് അവിടെ വേണ്ടി രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഒരു കുടുംബത്തിൽ സംഭവം ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ആ വ്യക്തി എന്തെന്ന് വെച്ചാൽ സ്വന്തം ഉമ്മനെ പൊന്നുപോലെ നോക്കിയ വ്യക്തിയാണ്. എനിക്കൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതാണ്, നമുക്ക് അറിയണം. നല്ല സ്നേഹത്തോടെ ജീവിച്ചൊരു കുടുംബം. ഇവർ 4 ആൺമക്കളുണ്ട്. ഈ 4 ആൺമക്കൾ ഈ ആളാണ് ചെറിയ, ഇയാളുടെ വീട്ടിലാണ് ഈ ഉമ്മ താമസിക്കുന്നത്. നല്ല സ്നേഹത്തോടെ ജീവിച്ച കുടുംബമാണ്. പക്ഷേ ഈ ഉമ്മയുമായിട്ട് കുറച്ചൊന്ന് തെറ്റേണ്ടി വന്നു. ഇയാൾക്ക് കുറച്ച് ഒന്ന് തെറ്റി, ഒരു 4 ദിവസം തെറ്റിയപ്പോൾ ഈ ഉമ്മ മോനോട് മുമ്പില്ല, മോൻ ഉമ്മനോട് മുമ്പില്ല. സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന പിടക്കങ്ങളാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ലാസ്റ്റ് ഈ തെറ്റി 4ാമത്തെ ദിവസം ഈ ഉമ്മ മരിക്കേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് സംഭവിച്ച കാര്യം, ഒരു മാസം മുമ്പ് സംഭവിച്ചത്. ആ മനുഷ്യൻ്റെ ഖേദമെന്ന് പറഞ്ഞാൽ അയാളെ കണ്ണിൽ നോക്കി നമുക്ക് മനസ്സിലാവും. കാരണം എന്തെന്ന് വെച്ചാൽ അയാളുടെ ജ്യേഷ്ഠന്മാരൊന്നും അയാൾക്ക് മുന്നണിയില്ല. പിന്നെ അതേപോലെ എല്ലാവരും അയാളെ സൊസൈറ്റിയിൽ ഒറ്റപ്പെടുത്തി. പക്ഷെ അയാൾക്ക് അതൊന്നും ഒരു പ്രശ്നമാവില്ല, അതെനിക്കറിയാം. പക്ഷേ മരിക്കുന്ന സമയത്ത് ഉമ്മാനോട് തെറ്റി എന്നുള്ളൊരു കാര്യം എന്തായി അയാളെ വല്ലാണ്ട് വേട്ടയാടുന്നത് മനസ്സിലായി. പലപ്പോഴും അയാളുടെ സങ്കടം ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ഖേദം നമുക്ക് ഉണ്ടാവരുത്. അത് തീർത്താൽ തീരാത്തൊരു ഖേദം. പ്രത്യേകിച്ച് അവിടെ ഉപ്പനോടൊക്കെ തെറ്റിക്കൊണ്ട് ആ ഉമ്മ മരണപ്പെടാന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു നഷ്ടമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനൊക്കെ പര്യവസാനം എന്നുള്ളത് എന്താണ്? അത് ഖേദത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അതുകൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നിർത്താം. ഒന്നാമത് എന്താ വെച്ചാൽ, ദേഷ്യം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പറയുന്നത് എന്താണ്? ഇത് ശൈത്താനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് നമ്മൾ എന്താക്കണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ചൊല്ലണം. കാരണം ഖുർആൻ പറയുന്നത് എന്താണ്? വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹി ഇന്നഹു വസ്സമീഉൽ അലീം. അഥവാ പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നമ്മളെ ബാധിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ എന്താക്കുക? അള്ളാഹുവിനോട് ശരണം തേടണം. ഒന്നാമത് ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. രണ്ടാമത്തത്, ഇതിന് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ ദേഷ്യം പിടിച്ചു. രണ്ടാളുകൾ തല്ലിൻ്റെ വക്കത്തെത്തി. അതിനൊരു വ്യക്തിയുടെ മുഖം കണ്ട് ചുവന്നു. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള സ്വഹാബിയോട് പറയാം, ഇന്നീല അലമു കലിമത്തൻ, എനിക്കൊരു വാക്കറിയാം. ആ വ്യക്തി എങ്ങനെ ആ വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ആ വ്യക്തിക്ക് ഉണ്ടാവും. അഥവാ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതാണ് മാറി മറിയുമെന്ന് അറിയാം. ഏതാണ് ആ വാചകം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ആ വ്യക്തി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ്? ആ ഒരു അവസ്ഥ മാറി മറിയുന്നതാണ്. അപ്പം നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയും. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറ്റാം. എപ്പോഴാണോ ദേഷ്യപ്പെടുന്നത് ആ സമയത്ത് ഫസ്റ്റ് അള്ളാഹുവിൻ്റെ ശരണം നേടാം. നിലവിലുള്ള സിറ്റുവേഷന് ഒരു മാറ്റം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിന്നുകൊണ്ട് ദേഷ്യം പിടിക്കുന്ന സമയമാണെങ്കിൽ നിന്നുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് നിൽക്കാൻ നിൽക്കരുത്, വേഗം കണ്ടിരിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ദേഷ്യം പോയിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ വേഗം പോയി കിടക്കുക, നിന്നുകൊണ്ട് പ്രതികരിക്കാൻ നിൽക്കരുത്. ചില ആളുകൾക്ക് കണ്ടിട്ടുണ്ടാവുന്ന അറിയില്ല, ദേഷ്യം പിടിക്കുന്ന സമയത്ത് കയ്യിൽ വല്ല ഇരുമ്പോ മറ്റു സാധനം ഉണ്ടെങ്കിൽ കുറച്ച് പകുതിയിലുള്ള ആൾക്കാർ നേരെ പോയി ചെയ്ത് അവനോട് ദേഷ്യപ്പെടില്ല എന്നെ പറയും. കാരണം അവനോട് ആ സമയത്ത് ഉപദേശിച്ചതിന് ഉപദേശം കേറില്ല എന്നുള്ളത് ഉറപ്പാണ്. ഫസ്റ്റ് ചെയ്യൽ അവൻ്റെ കയ്യിലുള്ള സാധനം പിടിച്ച് വാരെല്ലാം ചെയ്യും. കാരണം ഓൻ വേഗം പ്രതികരിക്കാമെന്ന് മനസ്സായിരിക്കും അന്നേരം ഉണ്ടാവും. അപ്പോൾ ഉടനെ തന്നെ ആളുകൾ ചെയ്യലെന്താണ്? വേഗം പോയിട്ട് കയ്യിലുള്ള കല്ലോ അല്ലെങ്കിൽ കത്തിയോ വടിയോ എന്തെങ്കിലും വേഗം വാരി വിട്ടലാണ്. പിന്നെ ബാക്കിയുള്ള നമുക്ക് നിയന്ത്രിച്ചാൽ കാര്യം. ആ സമയത്ത് ഉപദേശിച്ചാലും എന്താക്കില്ല, വ്യക്തികളുടെ കയറില്ല. ആ വ്യക്തിയുടെ മാനസികാവസ്ഥ അതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം? ഇരിക്കുക, കിടക്കുക എന്നുള്ളതാണ്. ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഗളിബ അഹദുകും ഫലിയസ്കുത്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, മൂന്നാമത് ചെയ്യേണ്ട കാര്യം മൗനം അവലംബിക്കുക എന്നുള്ളത്. ഒന്നും സംസാരിക്കരുത്. ആ മൗനം എന്നുള്ളത് തന്നെ ചില ആളുകൾക്ക് മറുപടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആയിഷ ബീവിൻ്റെ നേരത്തെ സംഭവം പറഞ്ഞല്ലോ, ആയിഷ ബീവി ആ പാത്രം പൊട്ടിച്ച സംഭവം പറഞ്ഞല്ലോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തെന്നറിയാം? പ്രവാചകൻ അവിടെ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാം? നമ്മളെ സാഹചര്യവും പ്രവാചകൻ്റെ സാഹചര്യം വെച്ചൊന്ന് നമ്മൾ എന്ത് ചെയ്യാം? തുലന ചെയ്യാം. പ്രവാചകൻ്റെ ഭാര്യ പാത്രം എടുത്ത് കണ്ട പളങ്കു പാത്രം എടുത്ത് നിരത്തിട്ട് പൊട്ടിച്ചപ്പോൾ പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല എന്നാണ്. പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, നേരെ മുട്ട് കുത്തിക്കാണ്ട് എന്താണ് ആ പാത്രം ഇങ്ങനെ വാരിയെടുക്കുക. അതൊരു തരത്തിലുള്ള മറുപടിയായിരുന്നു. അതോടുകൂടി എന്താ സംഭവിച്ചു? ആയിഷ ബീവിയുടെ മനസ്സായിട്ട് അലിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം ഞാൻ പറയാം. 4 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസിയായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം, സ്വാഭാവികമായിട്ടുള്ളൊരു അതിരി പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഇത് റെക്കോർഡാണല്ലേ. പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന മറുപടി എന്നുള്ളതാണ്. അത് ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പറയുന്നതാണ്. കാരണം സമാനമായിക്കൊണ്ട് നമ്മളവിടെ അതിന് സമാനമായിക്കൊണ്ട് നമ്മൾ പ്രതികരിക്കാനുണ്ടാവുന്ന അവസ്ഥ എന്താണ്? പ്രശ്നം ഒരിക്കലും സോൾവ് ആവില്ല, ഉറപ്പാണ്. ഉള്ള പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ സമാനമായിട്ട് അനുഭവം ഉള്ളത്. ആയിഷ ബീവി ഇങ്ങനെ എടുത്ത് എറിഞ്ഞപ്പോൾ പ്രവാചകൻ ചെയ്തത് ഒന്നും മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം അവിടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വൈകാരികമായിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഉപദേശം സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നുണ്ട്, ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഫത്വ കൊടുക്കാൻ നിൽക്കുന്നത്. ഫത്വ അറിയില്ല നിങ്ങൾക്ക്? ഫത്വ കൊടുക്കുന്ന ശബ്ദങ്ങളിൽ പെട്ടതാണെന്ത്? ദേഷ്യം പിടിക്കുന്ന സമയത്ത് മുഫ്തി ദേഷ്യം പിടിക്കുന്ന സമയമാണെങ്കിൽ അവൻ ഫത്വ കൊടുക്കരുതെന്നാണ്. കാരണം ആ ഫത്വ കറക്റ്റ് ആവില്ല. കാരണം അവൻ്റെ ഇമോഷണൽ
എന്താണ് ബ്രെയിനാണ് ആ സമയത്ത് വർക്ക് ചെയ്യണത്, ലോജിക്കൽ ബ്രെയിൻ ആ സമയത്ത് വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇമോഷനായി നിൽക്കുന്ന സമയത്ത് എന്താക്കില്ല, അവൻ ചെയ്യുന്ന ഏത് നടപടി എന്തായിരിക്കും അപക്വമായതായിരിക്കുന്നതാണ്. അപ്പം നമ്മളെന്ത് ചെയ്യാം, മൗനം അവലംബിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ചികിത്സ. പ്രവാചകൻ പറഞ്ഞു, ഇതാ ഫയസ്കു, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മൗനം അവലംബിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ മറ്റൊരു വാചകമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങൾക്ക് ആരെങ്കിലും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനെന്താക്കട്ടെ, നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉണ്ടാക്കട്ടെ. ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യന്റെ അടിമകളെ കുറിച്ച് അല്ല പറഞ്ഞത്, ഇബാദുർ റഹ്മാൻ വളരെ വിനയത്തോടെയാണ് അവർ നടക്കുക. ഭൂമിയിലോട് നടക്കുമ്പോൾ എന്താക്കുക, പൊങ്ങച്ചതോടു കൂടി നടക്കൂല. ആ നടത്തെന്ന് പറയുമ്പോൾ ആധുനികമായിക്കൊണ്ട് ആ നടത്തത്തിന് പോലെങ്ങനെ അറിയാം. ചില ആൾക്കാരുടെ നെഞ്ചും പിരിച്ചുകൊണ്ടുള്ള നടത്തം മനസ്സിലായിട്ടുണ്ടോ? പൊങ്ങച്ചതോടു കൂടിയുള്ള നടത്തമല്ല, നെഞ്ച് പിരിച്ചുകൊണ്ടുള്ള നടത്തം. ആ ഒരു നടത്തത്തിനാണ് അത് പറയുന്നത്. അങ്ങനെ നടക്കുന്ന ആൾക്കാരെല്ലാവരും വിശ്വസിക്കുക. അവർ വളരെ വിനയത്തോടുകൂടി താഴ്മയോടു കൂടിയായിരിക്കും നടക്കുക. കുറേ വിവരം കെട്ട ആൾക്കാരെ അവരോട് സംസാരിക്കാൻ വരുമ്പോൾ അവർ സമാനമായിട്ടുള്ള അവർ പ്രതികരിക്കില്ല, അവിവേകം കാണിക്കില്ല. ഹാലു സലാമ, നല്ല വാക്ക് പറഞ്ഞുകൊണ്ടാണ് പോകും. മനസ്സിലായില്ലേ? അതാണ് ആര് ചെയ്യുക, വിശ്വാസികൾ ചെയ്യുക. അതേപോലെ തന്നെ വിവേകമുള്ള ആളുകൾ ചെയ്യാം. മനസ്സിലായില്ലേ? വിവേകം എന്നുള്ളൊരു കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അടിസ്ഥാന സ്വഭാവമാണ്. കാരണം വിവേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന അറിയോ, മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ഇമോഷൻ്റെ പിന്നാലെ പോകുന്നുള്ളതാണ്. അതല്ല ഒരു വ്യക്തി ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞു സ്ഥാനം രൂപവും മാറ്റാന്ന് പറഞ്ഞു. ഇരിക്കുന്ന സ്ഥലത്ത് എന്താക്കണം, കിടക്കണം, നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ആ വ്യക്തി ആ സമയത്ത് ആലോചിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള ഒരവസരമാണ് എന്ന് മനസ്സിലാക്കണം. അഥവാ ദേഷ്യം വരുന്ന സമയത്ത് പ്രതികരിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളൊന്ന് മാപ്പ് കൊടുത്താൽ, അല്ലെങ്കിൽ ആ ഒരു ഇതിനാണ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നത് കാരണമാണ്. കാരണം പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, അശജ് അബ്ദുൽ ഖൈസ്, അത് വിവേകത്തിൻ്റെ ഉദാഹരണമാണ്. വിവേകം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ, നമ്മൾ ഈ എടുത്തുചാട്ടൊക്കെ ഉണ്ടല്ലോ, കാര്യങ്ങളാണ് ഓൺ ദി സ്പോട്ട് ചെയ്യണ, എന്താ പറയുക, ഞങ്ങൾ ഈ ബഹാബർ എന്നൊക്കെ പറഞ്ഞങ്ങനെ, അഥവാ ഒരു പെട്ടെന്നുള്ള ആ ഒരു കാര്യമല്ല, അതിനാണ് എന്താ പറയുക, അതില്ലാത്ത, അതേപോലെ തന്നെ മനസ്സിൽ എന്താണ് വിവേകമുള്ള വ്യക്തികൾ, അവരെന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. കാരണം അശജ് ബിൻ അബ്ദുൽ ഖൈസിനെ കുറിച്ച് പറയുന്നത്, പ്രവാചകൻ ഇങ്ങനെ സദസ്സിലിരിക്കുമ്പോൾ ദൂരദേശത്ത് നിന്നാണ് ഈ വ്യക്തി ഇങ്ങനെ പറയുന്നത്, കൈസ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇയാൾ. അപ്പോൾ ഇവരിങ്ങനെ ഒരു സംഘം ഇങ്ങനെ വന്നിട്ട് നേരെ പ്രവാചകനെ കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എന്താക്കി, വേഗം ഓടിക്കൂടി പ്രവാചകൻ്റെ അടുത്ത് ഇങ്ങനെ വൈകാരികമായിട്ടൊരു പ്രകടനം കാഴ്ചപ്പോൾ ഈ വ്യക്തി എന്താ കാട്ടിയത്, നേരെ തൻ്റെ വാഹനം എടുത്ത് കണ്ട് അവിടെ കിട്ടിയിട്ട് സാവധാനം ഒട്ടകപ്പുറത്ത് ഇറങ്ങി പ്രവാചകൻ്റെ അടുത്ത് സാവധാനം നടത്തുന്ന സലാം ചൊല്ലിയിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ പറയും, അശജ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഒന്നാമത്തെ എല്ലാത്തിനൊരു ശാന്തത, അതേപോലെ അത് ഒരു എടുത്തുചാട്ടമില്ലാത്ത ഒരു നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു പെരുമാറ്റം, അതേപോലെ തന്നെ വിവേകവും. ഇത് രണ്ടും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സ്വഭാവമാണ്. അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് എടുത്തുചാട്ടല്ല, വളരെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മുത്തഖീങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ത്, കോപത്തെ പിടിച്ചു വെക്കാൻ മനസ്സിലാക്കണം. അഥവാ ഒരു മുത്തഖിയാണെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്, അവനെന്താണ്, കോപത്തെ പിടിച്ചു വെക്കുന്നത്. കാരണം അല്ലാഹു പറയുന്നത് എന്താണ്, നിങ്ങളുടെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ, ആകാശഭൂമിയോട് വിശാലമുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരുവിൻ. അത് ആർക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, മുത്തഖീങ്ങൾക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ദേഷ്യത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണ്. പ്രതികരിക്കാൻ വല്ലാത്ത മനസ്സിങ്ങനെ ത്യജിക്കുന്നുണ്ടോ, ആ സമയത്ത് ഇങ്ങനെ പിടിച്ചു വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, ശക്തിമാൻ എന്ന് പറഞ്ഞാൽ വലിയ മസിൽ പവറും അതേപോലെ തന്നെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കലല്ല ശക്തിമാൻ. പവർ എന്ന് പറഞ്ഞാൽ അതല്ല. യഥാർത്ഥത്തിൽ പവർ എന്ന് പറഞ്ഞാൽ, ശക്തി എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം മനസ്സിനെ, ഇച്ഛയെ പിടിച്ചു വെക്കുന്നവനാണ് ആര്, ശക്തിമാൻ എന്ന് മനസ്സിലാക്കണം.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രവാചകൻ ഏറെ സ്നേഹിച്ച് തൻ്റെ എളാപ്പനെ ഉഹുദിൽ വെച്ചുകൊണ്ട് ഹിന്ദ് എന്താ ചെയ്തത്? കൊന്ന്. മറ്റൊരു വിഭാഗത്തിൽ പറഞ്ഞത് ഹിന്ദ് എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാന്റെ ഭാര്യ. ഹിന്ദ് കൊന്നിട്ട് ശരീരമൊക്കെ വികൃതമാക്കിയത് വേറെ വിഭാഗത്തിലുണ്ട്. അത്രത്തോളം ശരിയാണെന്നറിയില്ല. എന്തായി കഴിഞ്ഞാലും പ്രവാചകൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഹംസയെ കൊന്നപ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ എന്തുണ്ട്? പ്രവാചകയ്ക്ക് ആഗ്രഹം ഉണ്ടാവും, അത് പ്രകൃതിയാണ്. പക്ഷെ ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ച പ്രവാചകന്റെ അടുക്കൽ വരുന്നുണ്ട്. എങ്ങനെ വരുന്ന കോലൻ എങ്ങനെയാണ്? ഒരു നിക്കാബ് ധരിച്ചിട്ട് മറക്ക് പിന്നിൽ നിന്നിട്ട് ഹിന്ദ് ചോദിക്കാൻ പ്രവാചകനെ മാപ്പ് തരുമോ? പ്രവാചകൻ സാഹസം എന്താ ചെയ്തത്? മാപ്പ് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് പ്രവാചകന്റെ സ്വഭാവം. പ്രതികരിക്കാൻ കഴിവുണ്ടായിരിക്കെ അതിന് മാപ്പ് നൽകുന്നൊരു സ്വഭാവം. അതാണ് ചരിത്രത്തിൽ ഒരുപാട് പ്രവാചകൻ സദസ്സിൽ കാണാൻ സാധിക്കും. പ്രവാചകനെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 10 കൊല്ലം 10 വർഷം പ്രവാചകന്റെ കൂടെ ഞാൻ ജീവിച്ചു. പക്ഷേ അല്ലാഹുവാണ് സത്യം, ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകൻ എന്നെ ചീത്ത വിളിച്ചിട്ടില്ല എന്നത് നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാണ്. നമ്മുടെ നാവ് കൊണ്ട് എത്ര ആൾക്കാർ വേദനിക്കപ്പെട്ടിട്ടുണ്ടാവും, എത്ര ആൾക്കാർ പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ നാവൊന്ന് സംസാരിച്ചതിന് വേണ്ടി എത്ര പ്രശ്നങ്ങളായിട്ടുണ്ടാവും, എത്ര നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളായിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ദൈവം ചിന്തിച്ചു. പ്രവാചകനെ കുറിച്ച് അനുസരിമാനികൾ പറഞ്ഞതാണ്, ഒരിക്കൽ പോലും പ്രവാചകൻ എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്ന് പോലും പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നതാണ്. അതേപോലെ തന്നെ എന്തിനാണ് അനുസരിച്ച് ഇങ്ങനെ ചെയ്തത്, എന്താ ഞാൻ ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ വർത്താനല്ല നമ്മൾ പറഞ്ഞു. അതുപോലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല എന്നതാണ്. നമ്മൾ പ്രവാചകൻ അങ്ങനെ വെറുതെ ദേഷ്യം പിടിക്കുന്ന ആളല്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തൻ്റെ കൈകൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു പ്രവാചകന്റെ ഒരു ഭാര്യയും പ്രവാചകൻ തട്ടിട്ടില്ല, തല്ലിയിട്ടില്ല. ഒരു കുട്ടിയെയും തല്ലിയിട്ടില്ല. പ്രവാചകന് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളെയും പ്രവാചകൻ തല്ലിയിട്ടില്ല. അതാണ് പ്രവാചകന്റെ സ്വഭാവം എന്ന് ആര് പറയുന്നത്? ആയിഷ ബീവി പറയുന്നുണ്ട്. ഇക്രീമത്ത് ബിൻ അബീ ജഹൽ അറിയാം, ചരിത്രത്തിൽ ആരാണ് ഇക്രീമ എന്ന് നമുക്കറിയാം. ആരാണ്? അബൂജഹലിന്റെ മകനാണ് ഇക്രീമ. ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്കെതിരെ ആര് ചെയ്തിട്ടുണ്ട്? ഇക്രീമ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. അവസാനം മുസ്ലിക്കുകൾ കരാർ ലംഘിച്ച്, മുസ്ലിങ്ങളുമായിട്ടുള്ള കരാർ ഖുറൈശികൾ ലംഘിച്ചതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ മക്കയിലേക്ക് കടന്നു വരുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ. ഈ സമയത്ത് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു. അതേപോലെ തന്നെ പ്രമാണിമാരായിട്ടുള്ള ഖാലിദ് ബിൻ വലീദ് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ ഇക്രീമ ഇസ്ലാം സ്വീകരിച്ചില്ല. ഇക്രീമക്ക് ഉറപ്പാണ്, ഞാനൊന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ട് കാര്യമില്ല, കൊല്ലാനുള്ളത് പ്രവാചകൻ്റെ കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളത് ഇക്രീമക്ക് അറിയാം. കാരണം അത്രമാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്രീമ ഉടനെ നേരാണ് കപ്പൽ കയറണം. ഈ സമയത്ത് ഹിന്ദ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രവാചകനെ താങ്കൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുമെന്ന് വെച്ച്. പ്രവാചകൻ എന്ന് പറഞ്ഞവർക്കൊക്കെ മാപ്പ് കൊടുക്കും. എൻ്റെ സഹോദരൻ ഇക്രീമക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കും ഹിന്ദ്. അങ്ങനെ ആ വാചകം കേട്ടാണ് ഇക്രീമ പ്രവാചകൻ്റെ അടുക്കൽ വന്നത്. പ്രവാചകൻ്റെ അടുക്കൽ വരുമ്പോൾ പ്രവാചകൻ സ്വഹാബിയോട് പറയുന്ന രംഗമുണ്ട്. ഇക്രീമാണ് സദസ്സിലേക്ക് വരുന്നത്. അവരുടെ ഉപ്പ കാഫിറായിട്ടാണ് മരിച്ചത്. അതിൻ്റെ പേരിൽ എന്താക്കരുത്, ഇക്രീമനെ പ്രയാസപ്പെടുത്തരുതെന്നാണ്. ഒരുപാട് സന്ദർഭം. അതേപോലെ തന്നെ പ്രവാചകനെ കൊല്ലാൻ വന്ന ഒരു വ്യക്തി, ഒരു രാജാവ്, അദ്ദേഹത്തെ സ്വഹാബികൾ പള്ളിയിൽ കിട്ടിയിട്ടു. ആലോചിക്കണം, ലോകത്തിൻ്റെ നായകനായിട്ടുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ്, മദീനയുടെ ഭരണാധികാരി, അങ്ങനെയൊക്കെ പദവിയിലിരിക്കുന്ന പ്രവാചകനെ കൊല്ലാമെന്ന വ്യക്തിയെ പള്ളിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ബന്ദിയാണ്. കാരണം ഒരു തെറ്റ് ചെയ്ത വ്യക്തിയാണ്. പ്രവാചകന്റെ കൈകൾ കൊണ്ട് എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറന്നെടുത്ത പാല് കുടിക്കാൻ കൊടുക്കണം. അത് പ്രതികാരദാഹം ഉണ്ടായിരിക്കുക, മാപ്പ് നൽകുക, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ഇത് വല്ലാത്തൊരു സ്വഭാവം മനസ്സിലാക്കണം. അങ്ങനെ ഓരോ ദിവസം പ്രവാചകൻ, ഒന്നാമത്തെ ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പത്നി ഉണ്ടാക്കിയ റൊട്ടിയും പാലും ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തി അതൊക്കെ സുമാമ എന്നാണ് അയാളുടെ പേര്. ആ വ്യക്തി അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ചോദിക്കുന്നുണ്ട്, സുമാമ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? കാരണം ഒരു വ്യക്തിയുടെ ആത്യന്തിക വിജയം എന്നുള്ളതിൻ്റെ ലായിലായിട്ട് അംഗീകരിച്ചാൽ മാത്രം നമ്മൾ മനസ്സിലാക്കണം. അത് തയ്യാറുണ്ടോ സുമാമ? ഇല്ല, ഞാൻ തയ്യാറുള്ളതാണ്. രണ്ടാമത്തെ ദിവസം പ്രവാചകന്റെ കൈകൊണ്ട് തന്നെ എന്താണ് കൊടുക്കുകയാണ്. ഇല്ല, ഞാൻ തയ്യാറല്ല. മൂന്നാമത്തെ ദിവസം ഈ വ്യക്തി എതിർത്തു, മോശമായിട്ടുള്ള പ്രവാചകനോട്. പ്രവാചകൻ എന്താ ചെയ്തത്? സ്വഹാബ അയാളെ വിട്ടേക്ക്, അയാളെ പാട്ടിൽ പോയിക്കോട്ടെ.
അങ്ങനെ സുമാമയെ കയറി ഊരി വിട്ടപ്പോൾ സുമാമ എന്താ ചെയ്തത്? തൊട്ടടുത്തുള്ള കുളത്തിൽ പോയി കുളിച്ച് പ്രവാചകന്റെ അടുത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. എന്നിട്ട് പ്രവാചകന്റെ മുൻപിൽ വെച്ച് അയാൾ പറയുന്ന വാചകമുണ്ട്. എന്താ പറയുന്നത്? ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖം മുഹമ്മദെ താങ്കളുടെ മുഖമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താങ്കളുടെ മുഖമാണ്. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ഗ്രന്ഥം എന്നുള്ളത് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനാണ്. പക്ഷെ ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് താങ്കൾക്ക് ഇറക്കപ്പെട്ട ഖുർആനാണ്. ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പട്ടണം അത് മദീന എന്ന് പറയുന്ന യസ്രിബായിരുന്നു. എന്നാൽ പ്രവാചകൻ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ഈ യസ്രിബ് എന്ന് പറയുന്ന മദീനയാണെന്ന് ആ വ്യക്തി പറയാം. അത് പ്രവാചകന്റെ പെരുമാറ്റമാണ്. പ്രതികരിക്കാൻ കഴിവുണ്ടായിരിക്കുക, പ്രതികരിക്കാതിരിക്കലാണ്. മദീന പള്ളിയിൽ ഒരു ആറാബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതില്ല, നമ്മൾ സിറ്റി ആയിട്ടൊന്നും ബന്ധമില്ലാത്ത ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ആറാബികൾ. അവർക്ക് അത്ര ഇതൊന്നുമില്ല, നാഗരികത ഇല്ല, ആ ഒരു സ്വഭാവം അവർക്കില്ല. പച്ചയായ ഗ്രാമീണ ജീവിതമാണ്. ആ വ്യക്തിക്ക് ഈ പള്ളി എന്താണെന്ന് അറിയില്ലല്ലോ. നേരെ വന്ന് പള്ളിയിൽ ഒരു മൂലയിലായിട്ട് മൂത്രയിച്ചു. സ്വഹാബിയെക്കാട്ട് ഈർഷത കൊണ്ട് കയറി. കാരണം പള്ളിയെ അപമാനിക്കുന്ന തരത്തിലാണല്ലോ വ്യക്തി ചെയ്തത്. അതിന് ചില ആളുകളൊക്കെ ആ വ്യക്തി അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പോണ സമയത്ത് പ്രവാചകൻ പറയും ഒന്നും ചെയ്യരുത്, അയാൾ മൂത്രം ഒഴിക്കട്ടെ. കാരണം ഒഴിക്കുന്ന മൂത്രത്തെ പിടിച്ചു വെച്ചാലുള്ള പ്രയാസം എന്താ നമുക്കറിയാം. പ്രവാചകൻ ഒന്നും ചെയ്ത് അയാൾ ഫുള്ളായിട്ട് ഒഴിക്കട്ടെ. പ്രവാചകനായി ഒരു അധ്യാപകൻ എങ്ങനെയാവണം, എങ്ങനെ ഒരു മാതൃകാ പുരുഷനാവണം? പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. ഉത്തമമായിട്ടുള്ള മാതൃക പ്രവാചകൻ ചെയ്തിട്ടുള്ളതാണ്. പ്രവാചകൻ എന്താ ചെയ്തത്? അയാൾ വ്യക്തി അടിച്ചോ? പ്രവാചകൻ ആ വ്യക്തിയെ സ്വാമിയോട് പറഞ്ഞത് ബക്കറ്റ് വെള്ളമെടുത്തുള്ള ഭാഗത്ത് കംപ്ലീറ്റ് വയ്ക്കുന്നതാണ്. സ്വാമിയോട് തന്നെ വെള്ളമെടുത്തുകൊണ്ട് വഹിച്ചു. പ്രവാചകൻ ആ വ്യക്തിയുടെ തോളിലിങ്ങനെ കൈവെക്കണം. ആലോചിക്കണം, വ്യക്തിയുടെ നമുക്കറിയാം ഒരു വ്യക്തിയെ ഉപദേശിക്കുമ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഉപദേശിക്കുമ്പോഴും ആ വ്യക്തിയെ തോളിൽ ഷോൾഡറിൽ കൈവച്ചാൽ ഉപദേശിക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. എത്രത്തോളം ഇമോഷണൽ ആയിക്കൊണ്ട് നമ്മൾ അത്ര അറ്റാച്ച് ആവും. അങ്ങനെ ആ വ്യക്തിയെ പ്രവാചകൻ തോളിൽ കൈവച്ചാണ് പറയാണ് മനസ്സിലാക്കേണ്ടത് ഇതെന്താണ്? പള്ളിയാണ്, ഇത് പള്ളിയാണ്. പള്ളിയിൽ സാധാരണ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുത്. ഒരൊറ്റ ഉപദേശമാണ്. ആ വ്യക്തി പ്രവാചകൻ കണ്ണിൽ നോക്കിയിട്ട് പറയേണ്ടത് അള്ളാഹു എനിക്കും മുഹമ്മദിനും കരുണ ചെയ്യട്ടെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്നും കരുണ ചെയ്യാതിരിക്കട്ടെ. അയാൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള ആളുകൾ അയാൾ അടിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പറയരുത്, അള്ളാഹു എല്ലാവർക്കും കരുണ ചെയ്യട്ടെ എന്ന് വെച്ച് പറയണം. അയാൾ അങ്ങനെ പറയാണ്. എന്നിട്ട് പറയണം ഞാൻ ലോകത്ത് കണ്ട ഏറ്റവും നല്ല അധ്യാപകനത് പ്രവാചകനാണ്. മനസ്സിലായില്ലേ? നമ്മളുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില വിട്ടുവീഴ്ചകൾ ചില ആളുകളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടെന്നതാണ്. സൊലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ള ചരിത്രമൊക്കെ അറിയാം. ആരാണ് സൊലാഹുദ്ദീൻ അയ്യൂബി എന്ന് അറിയുന്നത്? ആരാണ് സൊലാഹുദ്ദീൻ അയ്യൂബി? ചരിത്രത്തിൽ പേര് കേട്ട ഒരു വ്യക്തിയാണ്, തുല്യതയില്ലാത്ത വ്യക്തിയാണ് സൊലാഹുദ്ദീൻ അയ്യൂബി. ഇന്നത്തെ ബൈത്തുൽ മഖ്ദിസ് നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യാനികളുടെ അടുക്കലായിരുന്നു. 7 കുരിശുദ്ധങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനികൾ എന്താക്കിയിട്ടുണ്ട്? ബൈത്തുൽ മുഖദ്ദസും പരിസരങ്ങളും മില്യൺ കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ചരിത്രകാരന്മാർ പറയുന്നുണ്ട് എത്രത്തോളം ചില ലോകത്ത് മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്ന 2-3 വംശീയതകളുണ്ട്. ഇന്ന് കാണുന്ന വംശീയത എന്ന് അതിൻ്റെ അകലത്ത് തുലന്നതാണ്. ഒന്ന് താർത്താരികളുടെ അക്രമം, രണ്ടാമത് 7 കുരിശുദ്ധം. ആ 7 കുരിശ് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ എന്താക്കിയിട്ടുണ്ട്? വംശഹത്യ ചെയ്ത ചരിത്രം. എന്തിനാണ്? ഈ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കാൻ വേണ്ടി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ്, ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ എന്താക്കണം? അന്നത്തെ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിട്ട് കുരിശുദ്ധം നടത്തി. ആലോചിക്കേണ്ട സംഭവം വെച്ചാൽ ഈ മുസ്ലിങ്ങളുടെ പക്കൽ നിന്ന് ഈ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകളുടെ രക്തം ചിന്തിയിട്ടുണ്ട് ആര്? ക്രിസ്ത്യാനികൾ. പക്ഷെ തിരിച്ച സൊലാഹുദ്ദീൻ അയ്യൂബി, സൊലാഹുദ്ദീൻ എന്ന് പറയുന്ന ഈ വ്യക്തി ആ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്തത് ഒരു വ്യക്തിയുടെ അഹിത്തീൻ യുദ്ധത്തിലല്ലാതെ, യുദ്ധത്തിൽ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തി സമ്പൂർണ്ണമായിക്കൊണ്ടും മുസ്ലിങ്ങളുടെ കാൽ കീഴിൽ ക്രിസ്ത്യാനികൾ വന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും പൊതുമാപ്പ് നൽകിക്കൊണ്ട് സൊലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കാൻ ഒരു വ്യക്തിക്ക് പോലും തരത്തില്ല, തിരിച്ചാക്രമിച്ചിട്ടില്ല എന്നത്. സൊലാഹുദ്ദീൻ്റെ ആ ഒരു സംഗതി കണ്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതാണ്. കാരണം അന്നത്തെ യുദ്ധ സാഹചര്യത്തിൽ അത് പോസിബിൾ അല്ല. കാരണം അന്നത്തെ യുദ്ധ സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? തികഞ്ഞ വംശീയത. അവർ ചെയ്തത് അങ്ങനെ ചെയ്ത് തിരിച്ചത് തന്നെയായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ സൊലാഹുദ്ദീൻ എന്താ ചെയ്തത്? എല്ലാവർക്കും മാപ്പ് നൽകിയത് മാത്രമല്ല
ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് നിന്ന് സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള പൈസ പോലും സ്വലാഹുദ്ദീൻ കൊടുത്തതാണ്. അതാണ് ചരിത്രത്തിലുള്ളത്. അതാണ് വിട്ടുവീഴ്ച ചെയ്യാനുള്ളത്. 10 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ പീഡിപ്പിച്ച ആളുകളാണ് ഖുറൈശികൾ. നമുക്കറിയാം. തിരിച്ച് മക്ക ഫത്ഹാക്കുന്ന സമയത്ത് സ്വഹാബികളുടെ 10,000-കണക്കിന് സ്വഹാബികളുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു സ്വഹാബികളുടെ സഅദ് റളിയല്ലാഹു അൻഹു മൽഹം, ഇന്ന് രക്തം ചിന്തുന്ന ദിവസം. അത് അത്രമാത്രം ഞങ്ങളൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ടല്ലോ, ഇതിന് പ്രതികാരദാനങ്ങൾ തീർക്കന്നെ ചെയ്യും. ഇത് പ്രവാചകനാകുന്ന സമയത്ത് പ്രവാചകനോട് ദേഷ്യപ്പെട്ടു. മർഹമ, ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്, വിട്ടുവീഴ്ചയുടെ ദിവസമാണ് പ്രവാചകൻ പറയണം. ഒരു വ്യക്തിയെയും അനാവശ്യമായി ശിക്ഷിക്കുന്നതിൽ ഏർപ്പാട് അവിടെ ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ദേഷ്യത്തെ പിടിച്ചു വെക്കുക എന്നുള്ളത് അത് നല്ലൊരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ പറ്റാത്ത സമയങ്ങളിലാണ് ഈ അക്രമങ്ങളും അതിക്രമങ്ങളും ലോകത്ത് കാണുന്ന സകല തിന്മകൾക്കും പിന്നിൽ എന്താണ്? നമ്മുടെ വികാരങ്ങളെ പിടിച്ചു വെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഹദീസിൻ്റെ കാര്യം മനസ്സിലാക്കണമെന്ന് ഒന്നുകൂടി ഞാൻ ഹദീസിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിർത്താം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ നിവേദനം ചെയ്യാണ്. അന്ന റജുലൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി പ്രവാചകനോട് പറഞ്ഞു, ഔസിനി, പ്രവാചകരെ നിങ്ങൾ എനിക്ക് വസിയത്ത് തരണം, എന്തെങ്കിലും ഉപദേശിക്കണം. ഖാല ലാ ഫർദ, നിങ്ങൾ എന്തൊക്കെയാണ്? കോപിക്കരുത്. ഫറദ്ദദ മിറാറൻ, ഒന്നുകൂടി ആ വ്യക്തി ആവർത്തിച്ച് ചോദിച്ചു. ഖാല ലാ തർദ, നിങ്ങൾ എന്താക്കരുത്? കോപിക്കരുത്. ഇതാണ് ഹദീസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് നടത്തല്ലേ. ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഞാൻ ഈ ഒരു സദസ്സിൽ പങ്കെടുത്ത സ്ഥിതിക്ക് ഞാനൊരു ചെറിയൊരു കാര്യം കൂടി പറയാം. എനിക്ക് ബോറടിക്കേണ്ടത് എനിക്കറിയാം. അതായത് നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു ധാരണയാണ് ദീൻ എന്ന് പറഞ്ഞാൽ അത് അറബി കോളേജിൽ പഠിച്ച ആൾക്കാർക്ക് പഠിക്കാനുള്ള സംഗതി. അങ്ങനെയല്ല, അതൊരു ആധുനിക ഒരു കൺസെപ്റ്റാണ്. അത് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിഡൻ അജണ്ടയാണ് കൂടി എന്ന് മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന വിജ്ഞാനത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ 2 തലങ്ങളിലായിട്ടല്ല ഉണ്ടായത്. അതായത് ആദ്യ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം പഠിച്ചവരും ദീന് പഠിച്ചവരും ഒക്കെ പഠിച്ച ആൾക്കാരായിരുന്നു പണ്ഡിതന്മാർ. പിന്നീട് 15-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്യൻ നവോത്ഥാനത്തിന് ശേഷമാണ് എന്തുണ്ടായത്? വിജ്ഞാനത്തെ 2ആയി തരംതിരിച്ചത്. ഞാൻ ഈ അടുത്ത് ഒരു ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു ആധുനിക സ്റ്റഡി ഞാൻ വായിച്ചു. അതിൽ പറയുന്ന കാര്യം വെച്ചാൽ ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, മുസ്ലിം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത്, ഞാനൊരു മുസ്ലിമാണ് എന്ന് പബ്ലിക്കിൽ പറയാനൊരു മടിയാണ്. നമുക്കൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രയാസം എല്ലാവർക്കും അറിയാം. ഒന്നില്ലെങ്കിൽ മനസ്സിനകത്ത് തന്നെ അതിനൊരു ചിന്ത ഉണ്ടാവും. മറ്റുള്ളവർക്കിടയിൽ മുസ്ലിം ഇസ്ലാമിൻ്റെ ശിയാറുകൾ പ്രകടിപ്പിച്ച് ജീവിക്കുക എന്നത് പ്രയാസം തന്നെയാണ്. മാത്രമല്ല അവർക്കിടയിൽ നമ്മുടെ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു തരം താത്തി കാണുന്ന ഒരു സ്വഭാവമുണ്ട്, പൊതുവെ ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് നമുക്കങ്ങനെ തോന്നുന്നു എന്നുള്ളൊരു പഠനം പറയുന്നത്. പഠനത്തെ നമ്മൾ 2ആയി കണ്ടു എന്നുള്ളതാണ്. ഡ്യുവലിസം എന്നാണ് അതിന് അയാൾ പ്രയോഗിച്ചത്. 3 പ്രധാനപ്പെട്ട സ്റ്റഡികളാണ് എനിക്ക് കാണാൻ പറ്റിയത്. ആ ഡ്യുവലിസം എന്ന സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി വരുന്ന നമ്മുടെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കണം. ദീനിയായിട്ടുള്ള വിജ്ഞാനവും അതേപോലെ തന്നെ ഭൗതിക വിജ്ഞാനത്തെ കൂട്ടിക്കുവച്ചിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യമായിക്കൊണ്ട് ഈ കോസ്മോളജിക്കൽ മേഖലകളിലേക്ക് ഇസ്ലാമിക പണ്ഡിതന്മാർ വന്ന സമയത്ത് അവർക്ക് പ്രചോദനമായിട്ട് ഖുർആനാണ് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ ആൽ ഇംറാനിലെ ആയത്തായിരുന്നു. അവർക്ക് അതിലേക്ക് പ്രചോദനമായി വിശുദ്ധ ഖുർആനാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കൊക്കെ കംപ്ലീറ്റ് അവർക്ക് ഈ സയൻസിൻ്റെ മേഖലകളിലേക്ക് ഒക്കെ വന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളായിരുന്നു. പക്ഷെ ഇന്ന് എന്താക്കിയിട്ടുണ്ട്? ആ ഒരു സ്പിരിച്വാലിറ്റി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹ് പറയുന്ന ആയത്തിലാണ് ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ് വിളിച്ചത്. അള്ളാഹനെ ഭയപ്പെടുന്ന അറിവുള്ള ആളുകളെന്നാണ്. അഥവാ ഇന്നത്തെ നമ്മുടെ മോഡേൺ സയൻസുകൾ നമ്മൾ വായിച്ചിട്ട് അത് പഠിച്ചിട്ട് നമുക്ക് അള്ളാഹനെ ഭയപ്പെടാൻ സാധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങൾ, നക്ഷത്രങ്ങൾ, ഈ സൂര്യൻ്റെയും ആ ചലനങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞെന്താണ്? അള്ളാഹനെ ഭയപ്പെടണമെന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ പഠനത്തിന് സ്ട്രക്ചർ തന്നെ വ്യത്യാസം വരുന്നതാണ്. അപ്പം നമ്മളെ 2നെയും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ നമുക്ക് സാധിക്കണം. 2നെ മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാവില്ല. അഥവാ സയൻസിൻ്റെ ആളുകൾ അത് മാത്രം പഠിച്ചു പോകാം, ദീനിൻ്റെ ആളുകൾ അതിൽ മറ്റേ മേഖല മാത്രം, അങ്ങനെയല്ല. 2 പഠിക്കാൻ പറ്റണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളെക്കാൾ കൂടുതൽ ഈ മേഖല അവസരങ്ങൾ നിങ്ങൾക്കാണ്.
കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭൗതിക വിജ്ഞാനം പഠിച്ചു കഴിഞ്ഞ ആളുകൾ ആ ഒരു മേഖല കൈകാര്യം ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലകളിലേക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള പ്രയാസമാണ്. പക്ഷേ ഈ മേഖലകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിൻ്റെ ഉസൂലുകൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ അറബി കോളേജിൽ നിന്ന് സംഭാവന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിക ലോകത്തേക്ക് നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് പറയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. മതത്തിൽ വിജ്ഞാനം നേടാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അത് മാത്രമേ അള്ളാഹുവിനോട് ഭയം കൂട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.